ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ് എന്നിവർ നായിക വേഷത്തിലെത്തുന്ന പുതിയ മലയാള ചലച്ചിത്രമാണ് അതിരടി. അതിൻ്റെ ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രീമിയറെ ഷോ ഉള്ളതാണ്. എന്നിട്ട് ഇവന്മാർ ഈ പാതിരാത്രി 12 മണിക്ക് ട്രെയിലർ റിലീസ് ചെയ്തിരിക്കണം. ഇവന്മാർ എന്ത് ചെയ്താൽ കൊള്ളാം. എന്തായാലും UDF ഭരണത്തിന് മുമ്പെങ്കിലും ട്രെയിലറിൽ വന്നല്ലോ, കാണാം വാ. ഡോക്ടർ അനന്തു പ്രൊഡക്ഷൻ 2 വർഷമായിട്ട് മുടങ്ങി കിടക്കുന്ന ആരോ ഇൻവെസ്റ്റ് ഞാൻ ഏറ്റെടുത്ത് നടത്തിയാൽ എന്റെ കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലാക്കാം. മുടങ്ങി കിടക്കുന്ന ബെസ്റ്റ് എടുത്ത നീ ജഗന്നാഥ് കാണുമ്പോഴൊക്കെ ഈ പക്ഷേ ബേസിൽ കുറച്ച് നല്ല സ്ലിം ആയിട്ടുണ്ടല്ലേ, കാണാൻ ഒരു ലുക്ക് ആയിട്ടുണ്ട്. ഒരു കൊച്ചു പയ്യനെ പോലെ തന്നെ തോന്നുന്നുണ്ട് ബേസിലിനെ. ആ ഒരു ക്യാരക്ടറിന് ആപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. ബേസിൽ ആസ് യൂഷ്വൽ കോമഡി ഒരു റോള് തന്നെ ആയിരിക്കും. അത് ഈ തുടക്കത്തിൽ തന്നെ കാണുന്നുണ്ട്, അതിൽ വേറെ സംശയമൊന്നുമില്ല. ആൻഡ് റിയാസ് ഷിബുവും കൂടെ ഉണ്ട്. പിന്നെ കുറച്ച് നമ്മൾ കണ്ടില്ലേ, ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സിലുള്ള കുറച്ച് പേരൊക്കെ ഈ സിനിമയിലുണ്ട്. നമ്മൾ ഈ RJ ഷെൽവിൻ മാത്രമല്ല, ഇനിയും ഇതിന് മുമ്പ് ഒരു ടീസറോ ഗ്ലിംസോ എന്തോ റിലീസ് ചെയ്തപ്പോൾ ഇനിയും 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ഫിലിം എഡിറ്റർ ചമൻ ചാക്കാണ്. ഇപ്പോൾ മിക്ക ഒരു അത്യാവശ്യം വരുന്ന നല്ല സിനിമകളിൽ വരുന്ന ഒരു നല്ലൊരു ക്യാൻവാസ് വരുന്ന സിനിമകളിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന ചമൻ ചാക്കുവാണ്. ഫെസ്റ്റ് എന്തോ നടത്തും, അതാണ് പരിപാടി പറഞ്ഞത്. 4 ഐഡിയ വിഷ്ണു വിജയ് മ്യൂസിക് കത്തും. നടന്നോണ്ടിരുന്ന നരലിലെ വേലായുധനെ പോലെ ചരടും കെട്ടി കുടുംബം കുട്ടിയായിട്ട് പാട്ടിന്റെ വഴിയെ വില്ലന്മാർക്ക് കൈയടി കിട്ടുന്ന കാലമാണ്. കളിക്കേണ്ട ആളാണോ അവൻ? ക്രിമിനലാണോ അവൻ? പൂമാനം പൂത്തുലഞ്ഞേ ആനഗുണ്ട. ഇത് കണ്ടപാടെ പടം മൊത്തം ടൊവിനോ തൂക്കുമെന്നാണ് തോന്നുന്നത്. ടൊവിനോയുടെ ആ റോള്, ആ ഒരു സംസാര ശൈലി എല്ലാം കൊള്ളാം. ഒരു നാച്ചുറലിസ്റ്റിക് ഉണ്ട്, സൗണ്ട് കേൾക്കാനും കൊള്ളാം. ഇടയിൽ പാട്ടും പാടി ഒരു സ്ലാങ് വ്യത്യാസത്തിലൊക്കെ ആയിട്ട് നല്ലൊരു ഉണ്ട്, കാണാനും കൊള്ളാം. ഓ ചവിട്ട്. സമീർ താഹിർ, ടൊവിനോ തോമസ് പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് 8 മണിക്ക് രാത്രി മാറി ആയി സാക്ഷാൽ തോർ വന്നാലും ഇരിക്കും. ദർശനമുണ്ട്. അതിരടി ഡയറക്ടർ അരുൺ അനിരുദ്ധൻ. റിലീസ് May 14. അതിരടി ട്രെയിലർ കലക്കി, ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ. സംഭവം പടം തൂക്കുമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ബേസിലിനെക്കാളും ടൊവിനോ സ്ക്രീൻ പ്രസൻസ് കൊണ്ടും റോള് കൊണ്ടും തൂക്കുമെന്ന് ഉറപ്പാണ്. ആ കാണാൻ ഒരു സ്ലാങ്, ആ ഒരു ടിപ്പിക്കൽ മൂവ്, മുണ്ടൊക്കെ കൊടുത്തിട്ടുള്ള പൊട്ടൊക്കെ ഇട്ട് കണ്ണാടി, ചെറിയൊരു സാധാ പവർ ഗ്ലാസ് പോലത്തെ കണ്ണാടിയൊക്കെ വെച്ച് ആൻഡ് കൊള്ളാം. ആൻഡ് ഇത് രണ്ടുപേരും ഇപ്പം ബേസിൽ ആൻഡ് ടൊവിനോ അല്ല വരുന്നത്, ബേസിൽ വേഴ്സസ് ടൊവിനോ ആണ് വരുന്നത്. രണ്ടുപേരുടെ സ്റ്റണ്ടുകൾ വരുന്നുണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ നേരത്തെ ഒരു സംസാരിച്ചിട്ടുണ്ട്, ഒരു തിയറി ഉണ്ടായിരുന്നു, റിയാസ് ഷിബുവിൻ്റെ ചേട്ടനായിട്ടായിരിക്കും ടൊവിനോ തോമസ് വരുന്നതെന്ന്. ബട്ട് അതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീൻസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു സസ്പീഷ്യസ് ആയിട്ട് അങ്ങനെ തോന്നിപ്പിച്ചിട്ടുമില്ല. ഇനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സിനിമ ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ആൻഡ് ഇന്ന് May 13 വെനസ്ഡേ പ്രീമിയർ ഷോ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. 6:30 ആരീസ് പ്ലസിൽ ഓഡിയോ 1 ഷോ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പ്രീമിയർ വെച്ചിട്ട് ആ പ്രീമിയർ ഇറങ്ങുന്ന അന്നാണ് ഇവർ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുന്നത്. ട്രെയിലർ നേരത്തെ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ 5 മണിക്ക് തന്നെ ട്രെയിലർ റിലീസ് ചെയ്യുമല്ലോ, പിന്നെ എന്ത് പറ്റി, പിന്നെ എഡിറ്റിങ്ങിലാണെന്ന്. പിന്നെ എഡിറ്റിംഗ് രാത്രിയൊക്കെ ചെയ്ത് ഇവന്മാർ ഇപ്പോൾ 5 മണിക്ക്, ഇപ്പോൾ 12 മണിക്ക് രാത്രി റിലീസ് ചെയ്ത് വിട്ടിരിക്കുന്നത് യുവന്മാരുടെ കാര്യം. ആൻഡ് മൊത്തത്തിൽ ട്രെയിലർ വേറെ ലെവൽ കിട്ടുമായിട്ടുണ്ട്. ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ആൻഡ് അതിരടി ആ പേരിനോട് ബന്ധമുള്ളത് തന്നെ ഫൈറ്റിങ് കാര്യങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ഇത് വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ടൊവിനോ
ബേസിലെ ഒരു ഫെസ്റ്റ്, കോളേജിലെ ഒരു ഫെസ്റ്റ് നടത്തുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊളാബ് ലാസ്റ്റ് വരുന്നുണ്ട്. ഞാൻ 8 മണിക്ക് രണ്ടുപേരും പറഞ്ഞ് 8 മണിക്ക് പരിപാടി നടക്കും. അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ ഒരു ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നൊരു സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ആ തുടക്കം തൊട്ട് അവസാനം തൊട്ട് നല്ല എൻഗേജിങ് ആയിട്ട് ഒരു ഫാസ്റ്റിലി ഒരു കോമഡിയും ആ ഒരു സ്പീഡും ഫൈറ്റും ഒക്കെ ആയിട്ട് ആ ഇടയിൽ കുറച്ച് നല്ല മൊമെന്റ്സ് ഒക്കെ ആയിട്ട് ടോവിനോ ഇടയിൽ വന്നിട്ട് പാട്ട് പാടുന്നതും അതൊക്കെ ആയിട്ട് നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് ട്രെയിലർ. ഇനി പ്രീമിയർ ഷോ കണ്ടിട്ട് പടം എങ്ങനെ ഉണ്ടെന്ന് പറയാൻ മറക്കാതെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമൻറ്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തേക്ക്. അപ്പോൾ പ്രീമിയർ ഷോ കണ്ടിട്ട് അതിരടി സിനിമ എങ്ങനെ ഉണ്ടെന്നും കൂടെ റിവ്യൂവും പറയാൻ മറക്കാതെ എൻ്റെ റിവ്യൂവും കണ്ടേക്ക്, ഫ്രണ്ട്സുമായിട്ട് ഷെയറും ചെയ്തേക്ക്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സ്, ട്രെയിലർ റിയാക്ഷൻ, ടീസർ റിയാക്ഷൻ, സോങ് റിയാക്ഷൻസ്, മൂവി റിവ്യൂ ആൻഡ് സച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. മൊത്തത്തിൽ അതിരടി തൂക്കുമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്.